Dears, welcome back to GST classes. Today's topic is procedure for cancellation of registration. Once registered, how can cancel it? How can cancel the registration? That is the topic. Electronically submit application within 30 days of the occurrence of the event warranting cancellation. എന്താണോ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ഉണ്ടായത് അതിനുശേഷം വിത്തിൻ 30 ഡേയ്സ് ഇലക്ട്രോണിക്കലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഹാസ് ടു ബി മെയ്ഡ് ഇൻ ഫോം GST REG 1616. GST REG 16 എന്ന ഫോമിലാണ് ക്യാൻസലേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഈ പറയപ്പെട്ട ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ നൽകേണ്ട ആപ്ലിക്കേഷൻ ഫോം അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഇൻ GST REG 16? ഇൻപുട്സ്, സെമി ഫിനിഷ്ഡ് ആൻഡ് ഫിനിഷ്ഡ് സ്റ്റോക്ക്, liability thereon, details of payment. These are the details included in GST REG 16 form. That is application for cancellation of registration. Okay. The proper officer has to issue order for cancellation of registration in form GST REG 1919 within 30 days from the date of application. അങ്ങനെ ക്യാൻസലേഷനുള്ള ഓർഡർ പ്രോപ്പർ ഓഫീസർ, കൺസേൺഡ് ഓഫീസർ നൽകുന്ന ഫോമാണ് GST REG 1919 വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇങ്ങനെ രജിസ്റ്റേർഡ് ടാക്സ് പെയറിൽ നിന്നും ആപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം വിത്തിൻ 30 ഡേയ്സ് ഈ ഒരു നടപടിയായിട്ട് പ്രോപ്പർ ഓഫീസർ മുന്നോട്ട് പോകേണ്ടതാണ്. അതിനുള്ള ഫോമാണ് GST REG 19. ഓക്കെ, ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് for cancellation of registration. ഇനി procedure of cancellation of registration by tax officer. registered taxpayer GST അതോറിറ്റിക്ക് അങ്ങോട്ട് അപേക്ഷ കൊടുക്കാതെ ടാക്സ് ഓഫീസർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോ കോസ് നോട്ടീസ് അയക്കുക എന്നതാണ്. ടാക്സ് ഓഫീസർ രജിസ്റ്റേർഡ് ടാക്സ് പെയർക്ക്, സപ്ലയർക്ക് ഷോ കോസ് നോട്ടീസ് അയക്കും. അതിനുള്ള ഫോമാണ് GST REG 1717. നേരത്തെ നമ്മൾ പറഞ്ഞു ടാക്സ് പെയർ നേരിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ GST REG 16 ആണ്. ഇവിടെ ഷോ കോസ് നോട്ടീസ് അയക്കുന്ന ടാക്സ് ഓഫീസർ ഷോ കോസ് നോട്ടീസ് അയക്കുന്ന ഫോമാണ് GST REG 17. അതിനുള്ള റീപ്ലൈ ടാക്സ് പെയർ കൊടുക്കണം. റീപ്ലൈ ഓഫ് ടാക്സ് പെയർ അതിനുള്ള ഫോമാണ് GST REG 1818. ഓക്കെ, വിത്തിൻ 7 ഡേയ്സ് ഷോ കോസ് നോട്ടീസ് ലഭിച്ചതിന് ശേഷം വിത്തിൻ 7 ഡേയ്സ് GST REG 18 ഫോമിൽ ടാക്സ് പെയർ റീപ്ലൈ നൽകിയിരിക്കണം. കോസ് ഷോ ചെയ്തിരിക്കണം. Okay, then if the reply is found to be satisfactory for the tax officer, the officer drops the proceedings and pass order in form GST REG 20. GST REG 20 ഫോമിൽ ഓർഡർ പാസ് ചെയ്യും. ഇയാൾ സംതൃപ്തനാണെങ്കിൽ ടാക്സ് പെയർ അതിൻ്റെ റീപ്ലൈ കൊടുത്തല്ലോ GST REG 18 ഫോമിൽ വിത്തിൻ 7 ഡേയ്സ്. അങ്ങനെ ആ ഒരു റീപ്ലൈ ടാക്സ് ഓഫീസറെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇഫ് ഹി ഈസ് സാറ്റിസ്ഫാക്ടറി, അദ്ദേഹം എല്ലാ പ്രൊസീഡിങ്സും അവിടെ സ്റ്റോപ്പ് ചെയ്യും. ദ ഓഫീസർ ഡ്രോപ്സ് ദ പ്രൊസീഡിങ്സ് ആൻഡ് പാസ് ഓർഡർ ഇൻ ഫോം GST REG 20. അപ്പോൾ GST REG 20 ഏതിനുപയോഗിക്കുന്ന ഫോമാണെന്ന് ചോദിച്ചാൽ ടാക്സ് പെയറുടെ റിപ്ലൈ ലഭിക്കുന്ന മുറക്ക്
ടാക്സ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിലവിൽ എടുക്കാൻ തീരുമാനിച്ച നടപടി, ആ പ്രൊസീഡിങ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഓർഡർ, അതിനുള്ള ഫോമാണ് GST-RAG 20 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ നോക്കാം. രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ അത് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. റിവോക്കേഷൻ മീൻസ് എന്താണ്? റിവോക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വൺസ് ഇറ്റ് ഈസ് ക്യാൻസൽഡ്, അഗെയിൻ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഒരു പ്രാവശ്യം ക്യാൻസലായ സാധനം വീണ്ടും അതിനെ സ്ഥാപിച്ചെടുക്കുന്നതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയാം. അതായത് ഒഫീഷ്യലി അതിനെ എന്ത് ചെയ്യാണ്? വീണ്ടും ഒഫീഷ്യലി അതിനെതിരെ നീങ്ങുന്ന ഏത് പ്രവർത്തനത്തെയും നമുക്ക് റിവോക്കേഷൻ എന്ന് പറയാം. ഒഫീഷ്യലി തടഞ്ഞു വെക്കുക, ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യുക, അതിനാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷനെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, മീൻസ് ക്യാൻസൽ ഓഫ് രജിസ്ട്രേഷനെ റിവോക്ക് ചെയ്യുക എന്ന് പറയാം. ഓൾറെഡി രജിസ്ട്രേഷൻ ക്യാൻസലായി, ആ ക്യാൻസലായ രജിസ്ട്രേഷനെ റിവോക്ക് ചെയ്യുക മീൻസ് ആ ക്യാൻസൽ ചെയ്തത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യുക, അതിനെ തടഞ്ഞു വെക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുക എന്നർത്ഥം. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയാം. ഇതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് GST-RAG 21. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്മിറ്റ് ആപ്ലിക്കേഷൻ വിത്തിൻ 30 days. അറിയാലോ, ഫ്രം ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആയതിന് ശേഷം വിത്തിൻ 30 days ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് GST-RAG 21. റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ബൈ ദ കൺസേൺഡ് ഓഫീസർ ബൈ ആൻ ഓർഡർ ഇൻ ഫോം GST-RAG 22 വിത്തിൻ 30 days. അങ്ങനെ ടാക്സ് ഓഫീസർ സാറ്റിസ്ഫാക്ടറി ആണ്, അന്വേഷണങ്ങൾ നടത്തി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ട അടിയന്തര സാഹചര്യമില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കും. ഓക്കെ, അതിനുള്ള ഫോമാണ്. അങ്ങനെ ഒരു നടപടി ടാക്സ് ഓഫീസർ എടുക്കുന്ന അതിനുള്ള ഫോമാണ് GST-RAG 22. ഓക്കെ, മാറിപ്പോകാൻ പാടില്ല. 21 എന്ന് പറയുന്നത് റിവോക്കേഷനുള്ള ആപ്ലിക്കേഷൻ ഫോമാണ്, GST-RAG 21. ഇനി ടാക്സ് ഓഫീസർ ഓർഡർ പുറപ്പെടുവിക്കുന്നു റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഒരു ഫോമാണ് GST-RAG 22. അതും വിത്തിൻ 30 days ആയിരിക്കണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിലോ? അങ്ങനെ ആണ് കൂടുതൽ സാധ്യത. വൺസ് ഇറ്റ് ഈസ് ക്യാൻസൽഡ്, രജിസ്ട്രേഷൻ ഈസ് ക്യാൻസൽഡ്. അതുകൊണ്ട് റിവോക്ക് ചെയ്യാൻ തെളിവുകളൊക്കെ വേണം. അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ അവിടെ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷനാണ് സംഭവിക്കുക. അങ്ങനെ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോം ഈ ഒരു ഓർഡറിന് വൈരുദ്ധ്യമായിക്കൊണ്ട് ഓർഡറാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ, റിവോക്ക് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ GST-RAG 22 ആയിരുന്നു. എന്നാൽ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷനാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ അതിനുള്ള ഫോമാണ് GST-RAG 05 ആണ്. GST-RAG 05. ഈ ഫോമുകളൊക്കെ ഓർമ്മിക്കുക, 1 word ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ എഴുതുമ്പോഴും ലോ ആണ് ഇത്തരം സെക്ഷൻസ് പോലെയുള്ള ഫോമുകൾ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഓഫ് റിവോക്കേഷൻ cannot be filed when the registration is cancelled due to non-filing of tax returns. നമ്മൾ പറഞ്ഞല്ലോ റിവോക്കേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നൽകാൻ കഴിയില്ല എപ്പോൾ? ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടത്, രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെട്ടത് ഡ്യൂ ടു നോൺ ഫയലിംഗ് ഓഫ് ടാക്സ് റിട്ടേൺസ് ആണെങ്കിൽ, ഇയാൾ ഈ ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ ടാക്സ് അടക്കാത്തതിൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തതെങ്കിൽ അവിടെ റിവോക്കേഷന് വേണ്ടിയുള്ള അപേക്ഷ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ്
ക്യാൻസലേഷൻ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. Okay friends, let us see again with another topic in another video.